കനത്ത മഴയിൽ പത്തനംതിട്ടയിലെ വിവിധയിടങ്ങളിലും വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പന്തളം പൂഴിക്കാട് UP സ്കൂളിലെ മരം കടപുഴകി വീണു. മരം മതിലും വൈദ്യുതി ലൈനിലും വീണു. റോഡിലേക്കാണ് ഇവ രണ്ടും തകർത്തുകൊണ്ട് റോഡിലേക്കാണ് മരം പിന്നീട് വീണത്. അടൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തടി മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സ്കൂൾ കോമ്പൗണ്ടിൽ ഏതാണ്ട് ഒരു 60 വർഷത്തിലധികം പഴക്കമുള്ള 3-4 അരണമരങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരെണ്ണം റോഡിലേക്ക് ചരിഞ്ഞ അവസ്ഥയിലായിരുന്നു. അല്ലാതെ കുഴപ്പങ്ങളായിട്ട് കണ്ടില്ല. ഇപ്പോൾ അത് മൂടോടെ പിഴുതു വീണിരിക്കുകയാണ്. അതിൻ്റെ വേരുകളൊക്കെ ദ്രവിച്ച അവസ്ഥയിലാണ്. 3 മരങ്ങൾ കൂടി അതേ അവസ്ഥയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് അടിയന്തരമായിട്ട് വെട്ടിമാറ്റി സ്കൂള് സുരക്ഷിതമാക്കണമെന്നാണ് നമുക്ക് അധികാരികളോട് പറയാനുള്ളത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന മരമാണ് കടപുഴകി വീണത്. CK അഭിലാൽ വിവരങ്ങളുമായുണ്ട്. അഭിലാൽ, സ്കൂൾ കോമ്പൗണ്ടിലെ മരം വീണു. സ്കൂളിലെ ഒരു അപകടത്തിന്റെ ആഘാതം നമുക്ക് മാറിയിട്ടില്ല. അതിനിടയിലാണ് സ്കൂൾ കോമ്പൗണ്ടിലെ മരം കടപുഴകി വീണു. ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന് പ്രധാന അധ്യാപകൻ തന്നെ അഭ്യർത്ഥിക്കുന്നത്. ഇതെപ്പോഴായിരുന്നു മരം വീണത്? പൂഴിക്കാട് ഗവൺമെൻറ് LP സ്കൂളിൽ ഇന്ന് പുലർച്ചെ 3:40 പരിസരത്ത് നിന്ന മരം കടപുഴകി വീണത്. ഈ സമയം മറ്റ് മേഖലകളിൽ അപകടത്തിന് സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ പുലർച്ചയോടുകൂടി സംഭവിച്ചു എന്നുള്ളതാണ് ഭാഗ്യകരമായി മാറിയത്. അതേസമയം തന്നെ സ്കൂൾ കെട്ടിടത്തിൻ്റെ ചുറ്റുമതിൽ തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മരത്തിൻ്റെ ശിഖരങ്ങൾ റോഡിന് പുറത്തേക്ക് കൂടി വീണതോടുകൂടി വൈദ്യുതി ലൈനിനും തകരാറ് നേരിട്ടു. പിന്നീട് ഫയർഫോഴ്സിൻ്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് ഗതാഗത തടസ്സമടക്കം നീക്കം ചെയ്യപ്പെട്ടത്. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലത്തേതിനെ അപേക്ഷിച്ച് മഴയുടെ തോതിൽ കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതേസമയം പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുകയോ അതല്ലെങ്കിൽ ശിഖരങ്ങൾ അടർന്നു വീഴുകയോ ചെയ്തത് വലിയ തോതിൽ ഗതാഗത കുരുക്കിനും ചിലയിടങ്ങളിൽ വൈദ്യുത ബന്ധം തടസ്സപ്പെടുത്തുന്നതിനും കാണുന്നുണ്ട്. ഇപ്പോൾ ഈ സ്കൂൾ കോമ്പൗണ്ടിൽ വേറെയും മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുലർച്ചെ നടന്ന് മരം വീണതുകൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല. അത് ഭാഗ്യം. ഈ LP സ്കൂളിന് പുറത്തുള്ള റോഡ് അത് കണ്ടിട്ട് അല്പം വലിപ്പമുള്ള റോഡായി കാണുന്നു. എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡല്ലേ. പകലായിരുന്നെങ്കിൽ ഒരു വലിയ ദുരന്തമായി മാറില്ലായിരുന്നോ? കുട്ടികൾക്കുമൊക്കെ അപകടം പറ്റാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ലേ? കടപുഴകിയ വീണ മരങ്ങളുടെ ചുവട് ദ്രവിച്ച അവസ്ഥയിലായിരുന്നു. ഇത് വെട്ടി നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാന അധ്യാപകൻ ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചിരുന്നു. അതേസമയം തന്നെ വനം വകുപ്പിൽ നിന്നും ഇതിൻ്റെ മൂല്യനിർണ്ണയം എടുത്തു നൽകാത്തതിനെ തുടർന്നാണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതിരുന്നതെന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള വിശദീകരണം. എന്തായാലും ഈ അപകടം മുൻനിർത്തിക്കൊണ്ട് അപകടാവസ്ഥയിലായിട്ടുള്ള മരങ്ങൾ വെട്ടി നീക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് നഗരസഭാ അധികൃതർ കടന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് നഗരസഭാ സെക്രട്ടറി വിശദീകരിച്ചിട്ടുള്ളത്. സമാനമായ നിലയിൽ പലയിടങ്ങളിലും മരങ്ങൾ അപകടാവസ്ഥയിലായിട്ടുണ്ട്. അവയൊക്കെ തന്നെ വെട്ടി നീക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉചിതമായ ഇടപെടൽ അനിവാര്യമായി വരികയാണ്. സ്കൂളിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മിഥുൻ മരിച്ചത് ഈ അടുത്താണ്. സ്കൂളിലെ അപകടകരമായ സാഹചര്യം എല്ലാം ഒഴിവാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപകടകരമായ മരങ്ങൾ കൂടി ശ്രദ്ധയിലേക്ക് വരണമെന്നാണ് ഇത്തരം അപകടങ്ങൾ സൂചിപ്പിക്കുന്നത്. അഭിലാൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ രാത്രിയിലും ഇന്നുമായി നിരവധി സ്ഥലങ്ങളിലാണ് പത്തനംതിട്ട ജില്ലയിൽ മരങ്ങൾ കടപുഴകി വീണ് അപകടമുണ്ടായത്. പറക്കോട് മേഖലയിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ